ആചാര്യ TV ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ ഇന്നത്തെ എൻ്റെ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാവുന്ന ഒരു വിഷയം എന്നാണ് ചരട് ജപിച്ച് കെട്ടിയാൽ ഫലപ്രാപ്തി എത്ര നാൾ കിട്ടുമെന്നാണ്. ആ വിഷയമാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. ചരട് ജപിച്ച് കെട്ടിയാൽ ഇപ്പം മിക്കവരുടെയും ശരീരത്തിൽ കാണാൻ ചരട്, ഒട്ടുമിക്ക ആൾക്കാരുടെയും ശരീരത്തിൽ ചരട് ജപിച്ച് കെട്ടിയിരിക്കുന്നത് കാണാം. വിശ്വാസികൾ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. ചരട് ജപിച്ച് കെട്ടുന്നതൊക്കെ എപ്പോഴും നല്ല കാര്യമാണ്. അപ്പോൾ ഒരു ചരടിന് കാലാവധിയുണ്ട്. ചിലവർ ഈ ചരട് കെട്ടും, അത് ജപിച്ചതൊന്നും ആയിരിക്കുമല്ലോ, ഒരു അലങ്കാരത്തിന് കെട്ടിക്കൊണ്ട് കിടക്കുന്ന ആൾക്കാരുണ്ട്. പച്ച, ചുവപ്പ്, മഞ്ഞ, കറുപ്പൊക്കെ ആയിട്ടൊക്കെ പലരും പല ചരടുകൾ ചില കയ്യിൽ ചിലവരുടെ കാണാം ഇല്ലേ. അത് അലങ്കാരത്തിന് വേണ്ടി കെട്ടിക്കൊണ്ട് കിടക്കുന്നതാണ്, അല്ലാതെ ഒരു ഫലപ്രാപ്തിക്ക് വേണ്ടിയല്ല. അപ്പം ഒരു അമ്പലത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ശാന്തിയുടെ നിന്നോ ഒരു ചരട് ജപിച്ച് കെട്ടിയാൽ അതിന് ഫലപ്രാപ്തി എത്ര നാൾ കിട്ടും? അതാണ് എൻ്റെ ചോദ്യം. അലങ്കാരമായി ചരട് കെട്ടുന്നവരുടെ കാര്യമല്ല പറയുന്നത്, നമ്മുടെ കാര്യസാധ്യതയ്ക്ക് വേണ്ടി ചരട് ജപിച്ച് കിട്ടിയാൽ എന്താണ് അതിനുള്ള കാര്യം, അതിന് എന്താണ് അതിൻ്റെ ഫലപ്രാപ്തി? പെട്ടെന്ന് ശമനം കിട്ടാൻ വേണ്ടിയാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ഒരു ചരട് ജപിച്ച് കെട്ടുന്നത് പെട്ടെന്നൊരു ശമനം കിട്ടാൻ വേണ്ടിയാണ്. അതിന് കാലാവധി 18 ദിവസമുള്ളൂ. പരമാവധി ആ ഒരു ചരട് ജപിച്ച് കെട്ടിയാൽ അതിന് കാലാവധി കൂടി വന്ന ഒരു 18 ദിവസം മാത്രം. അത് കഴിഞ്ഞാൽ ആ ചരട് പിന്നെ അതുകൊണ്ട് ഗുണമില്ല, വേണമെങ്കിൽ കെട്ടിക്കൊണ്ട് കിടക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പിള്ളേർക്കും പ്രായമായവർക്കുമാണ് ഇത് ചെയ്യുന്നത്. കൂടുതലും ഇത് കെട്ടുന്നത് പിള്ളേരും അതുപോലെ പ്രായമായ സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ ഒക്കെ എന്തെങ്കിലും ശ്വാസം മുട്ടലോ അതുപോലെ മരുന്ന് കഴിച്ചിട്ട് കുറവില്ലാണ്ട് വരുമ്പോഴോ ഒക്കെയാണ് നമ്മൾ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് പൂജാരിമാരുടെ അടുത്ത് ചെന്നിട്ട് അവരോട് സംസാരിച്ച് കഴിയുമ്പോൾ അവരൊരു ചരട് ജപിച്ച് തരും. ആ ചരട് ജപിച്ചാൽ അത് കെട്ടുമ്പോൾ തൽക്കാലം ഒരു ആശ്വാസം ഉണ്ടാവും. അതിന് 18 ദിവസവും ഫലമുള്ളൂ, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് രണ്ടാമത് പൂജിച്ച് കെട്ടണം, എന്നാലും മാത്രം അതിന് കിട്ടുള്ളൂ. അപ്പോൾ എന്തിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്? രോഗശമനം ഉണ്ടാകാൻ, അതായത് രോഗം ശമിക്കാൻ, പിന്നെ ദുരാത്മാക്കളെ തടയാൻ, അതുകൂടാതെ കാര്യവിജയത്തിനായി ചെയ്യാം, പരീക്ഷ വിജയത്തിനായിട്ട് ചെയ്യാം, ശത്രുദോഷം മാറ്റാനായിട്ട് ചെയ്യാം. ഇതെല്ലാം ചരട് ജപിച്ച് കെട്ടുന്നതാണ്. അതൊക്കെ അന്ധവിശ്വാസമായിട്ട് കാണണ്ട. നമ്മുടെ പൂർവിക ആചാര്യന്മാർ ചെയ്ത് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. അത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്, അത് അന്ധവിശ്വാസമല്ല. വിശ്വാസികൾക്ക് ചെയ്യാം, തീർച്ചയായിട്ടും അതിൻ്റെ ഫലം ഉണ്ടാവും. അപ്പോൾ ഇതിനൊക്കെയാണ് ഈ കാര്യവിജയത്തിന്, പരീക്ഷാ വിജയത്തിന്, ശത്രുദോഷം മാറാൻ, രോഗശമനം കിട്ടാനൊക്കെയാണ് കൂടുതലും ചരട് ജപിച്ച് കെട്ടുന്നത്. അപ്പോൾ ആ ചരട് ജപിച്ച് കെട്ടിയാൽ അതിന് 18 ദിവസമേ അതിന് ആയുസുള്ളൂ. ഈ കാര്യം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ജ്യോതിഷ സംബന്ധമായ വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് എന്നെ വിളിക്കാം. നന്ദി, നമസ്കാരം.